ഹായ് സോൾസ്. നെക്സ്റ്റ് ഡേ 4 നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തിനാണ്. ഹെൽത്ത് ഹീലിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചെറുതിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമയത്തോ, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആരൊക്കെയാണ് ഹെൽത്തിന് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് അവർക്കും കൂടി നമുക്ക് നമ്മളിലൂടെ ഹീൽ ചെയ്യാം. ഇന്ന് നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ സെല്ലിനെയും നമുക്ക് വന്നു പോയ അസുഖങ്ങളെയും എല്ലാത്തിനും ഒരുപാട് നന്ദി പറയാം, താങ്ക് യു സോ മച്ച് പറയാം. നമ്മൾ ചിലപ്പോൾ ഇതിൽ ചെയ്യുന്നവർ പല ആർട്ടിസ്റ്റ്സ് ഉണ്ടായിരിക്കാം, ലൈക്ക് പാട്ടുന്നവരോ ഡാൻസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കലാകായിക മേഖലയിലുള്ളവരായിരിക്കും, സ്പോർട്സിൽ ആക്റ്റീവായവരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ നല്ല ശരീരം വേണം. അപ്പോൾ നന്ദി പറയാം. നമ്മളെ സ്പോർട്സിലൊക്കെ ചെറുതിൽ നമ്മൾ സ്പോർട്സിലേക്ക് നമ്മൾ ഫാമിലി മെമ്പേഴ്സ്, വീട്ടുകാർ, അച്ഛനമ്മ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതിനും അവരോട് നന്ദി പറയാം. എല്ലാവരോടും നന്ദി പറയാം. കൂടുതൽ നമ്മൾ ആരോഗ്യത്തിനാണ് നമ്മൾ നന്ദി പറയുന്നത്. കാരണം ഈ ഒരു നിമിഷം നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം എത്ര പേരാണെന്നറിയോ ഹോസ്പിറ്റൽസിലൊക്കെ ഒന്ന് നടക്കാനും ഒന്ന് ഇരിക്കാനൊക്കെ വേണ്ടി കുതിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ലക്കിയാണ് അല്ലേ. നമ്മളവിടെ ഫിനാൻസ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്, പക്ഷേ ഫിനാൻസ് ഉള്ളവർക്ക് ഹെൽത്ത് ഇല്ല. അപ്പോൾ അംബാനിയുടെ മകൻ്റെ നോക്കൂ, അവർക്ക് ഇത്രയും സമ്പത്തും കോടികളുണ്ട്, പക്ഷേ ആ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി തടിച്ച് വന്നത് അല്ലേ. മകൻ്റെ കല്യാണമല്ലേ ഇപ്പോൾ നടന്നത്. അവർക്ക് എത്ര കോടി കൊടുത്താലും മാറാൻ പറ്റാത്ത അസുഖങ്ങളുണ്ട്. നമ്മൾക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിന് നന്ദി പറയാം. അതാണ്, പൈസ കൊണ്ട് നികത്താൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. പൈസയല്ല വലുത്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. നമ്മളൊരു കാര്യത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചില വീഡിയോ കാണാം, നമ്മൾ പെട്ടെന്ന് വണ്ടിയിലിടയിൽ കൂടെ അവർ വണ്ടി ഇടിച്ചിടിക്കില്ല എന്ന രീതിയിൽ പോയിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. അതൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്സിൻ്റെ ഒരു പവറാണ്. നമ്മുടെ പൂർവികരുടെയോ നമ്മുടെ പാരൻസിൻ്റെയോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു ബ്ലെസ്സിങ്സ്. ഇത് നമ്മൾ ഹെൽത്ത് ബ്ലെസ്സിങ്സിനെയാണ് പറയുന്നത്. എല്ലാ ശരീരഭാഗത്തിനും ഓരോ സെല്ലിന് പോലും നിങ്ങൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനോട് നന്ദി പറയാം, താങ്ക് യു പറയാം. നിങ്ങൾ തല തൊട്ട് തുടങ്ങാം. ഓരോ ചക്രയോടും നന്ദി പറയാം, ഹൃദയത്തിനോട് നന്ദി പറയാം, എല്ലാത്തിനോടും നിങ്ങൾക്ക് നന്ദി പറയാം. ഓക്കെ, അതാണ് ഇന്ന് ഡേ 4 എന്ന് പറയുന്നത്. ഹെൽത്തിനാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് എല്ലാ രീതിയിലും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതിലോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങളൊക്കെ വന്നു പോയവരോ, ഈവൻ കൊറോണ ഒക്കെ എല്ലാവർക്കും വന്നു പോയവരാണ് അല്ലേ. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, താങ്ക് ഗോഡ്. കാരണം ചെറുതിലെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ടുണ്ട്. ഒരു മരുന്നോ ഒന്നും ഇന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ പനി വന്നാലും അതിന് ആ ഒരു പനി വന്ന് പോകാനുള്ള ഒരു 4-5 ഡേയ്സ് കൊടുക്കും. അപ്പോൾ ബോഡി തന്നെ ഹീൽ ചെയ്ത് വരും. ഒരു മെഡിസിൻസിൻ്റെ യൂസ് വന്നിട്ടില്ല. ചെറുതിലെങ്ങാണ് എന്നെ ടോണിക്ക് കുടിച്ച ഓർമ്മയുള്ളൂ. എനിക്കിഷ്ടമായിരുന്നു ടോണിക്ക് കുടിക്കാൻ. പക്ഷേ ദൈവം സഹായിച്ച് ഈ ഒരു സമയം വരെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കേസ് ഒന്നും ഇന്ന് വരെ വന്നിട്ടില്ല, താങ്ക് ഗോഡ്. അത് ഹെൽത്ത് ബ്ലെസ്സിങ്സ്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് വേണം. അപ്പോൾ അത് ഒരുപാട് നന്ദി പറയാം. നിങ്ങൾക്ക് പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവർ ഓരോ ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞവരാണ് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ എവിടെയാണോ ആ ഒരു സർജറീസൊക്കെ നടന്നത് അവിടെ നിങ്ങൾ വൈബ്രേഷൻസ് കൊടുത്തിട്ട്, നമ്മളെ കയ്യിൽ മാജിക് റോക്ക് ഇപ്പോഴും ഇല്ലേ, നമ്മൾ ആ മാജിക് റോക്ക് എടുത്തിട്ട് നമുക്ക് നന്ദി പറയാം. നമുക്ക് ആ റോക്ക് വേണമെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിനെ അവിടെ വെച്ചിട്ട് നമുക്ക് താങ്ക് യു സോ മച്ച് പറയാം. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ താങ്ക് യു പറഞ്ഞിട്ട് കഴിക്കുക. നിങ്ങൾ ഡിവൈൻ്റെ നല്ല എനർജി കൊടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. കാരണം ഫുഡ് പോയ്സൺസ് അങ്ങനെയൊക്കെ പല സംഭവങ്ങളും വരുന്നുണ്ടല്ലേ. അപ്പം അതൊന്നും വരാതിരിക്കാൻ നമ്മുടെ എത്ര നെഗറ്റീവായിട്ടുള്ള എനർജി കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ ആ ഒരു എനർജി ഇവിടെ മാറിപ്പോവുകയാണ്. അതിലൂടെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ എന്നും നമുക്ക് ലഭിക്കുന്നതിന് കൃഷിക്കാരോടും പ്രകൃതിയോടൊക്കെ നന്ദി പറയാം. കാരണം പ്രകൃതി വയലൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൃഷികളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ക്ഷാമമായിരിക്കും, ഷോർട്ടേജസ് വരും അല്ലേ. അപ്പോൾ എപ്പോഴും പ്രകൃതിയോട് നിങ്ങൾ നന്ദി പറയണം കേട്ടോ. പ്രകൃതിയോട് നന്ദി പറയും തോറും നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടും നമ്മൾ. ഓക്കെ, ഓൾവേസ് എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹെൽത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ ശരീരം തന്നെ നമ്മുടെ പാരൻസിനോടും നമ്മുടെ ഓരോ തലമുറകളോടും നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ഫോർ ഫാദേഴ്സിനോടും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നെങ്കിലും അവരോട് നന്ദി പറയുക. താങ്ക് യു നിങ്ങളിലൂടെയാണ് നമ്മളിവിടെ എത്തിയത്. നമ്മളിങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. പല ജന്മങ്ങളിൽ അല്ലെങ്കിൽ പല ഫോർ ഫാദേഴ്സ് ഇങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ
എല്ലാവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ലാസ്റ്റ് വന്നത് ഒന്നിൽ നിന്നാണ് എല്ലാവരും വന്നിട്ടുള്ളത്, പല പല ഡിവിഷനായിട്ട് പോയി എന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് ഹെൽത്തിനോട് നന്ദി പറയുക. നിങ്ങൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, എഴുതുക. ഇന്ന് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. താങ്ക് യു യൂണിവേഴ്സ്, ഇന്ന് ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മൾ പല്ലിനോട് നന്ദി പറയാം. ഈ ഫുഡൊക്കെ കഴിക്കുന്ന ഈ പല്ലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കഴിക്കുക, രുചിയൊക്കെ അറിയാം സാധിക്കുക. പല്ലിനോട് നന്ദി പറയാം. അങ്ങനെ ഇന്നും നിങ്ങൾ ജേർണൽ എഴുതേണ്ടത് നിങ്ങളുടെ ശരീരഭാഗത്തിൻ്റെ ഓരോ പോർഷൻ എടുത്തിട്ട് അതിനോട് നന്ദി പറയുന്നതാണ് എഴുതുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്, ഈ ഒരു നല്ലൊരു ശരീരം തന്നതിന്, ഹെൽത്തി ആയിട്ടുള്ള ശരീരം തന്നതിന്. ചിലവർക്ക് പല പല ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് അതൊരിക്കലും മാറാത്ത അസുഖം വന്നിട്ട് പബ്ലിക്കിൽ പോലും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. പല കുരുക്കളും അല്ലെങ്കിൽ ഫേസിൽ പല മാർക്സും, ചിലവർ പൊള്ളിയവരുണ്ട് ഫേസൊക്കെ. അവർക്കൊന്ന് തിരിച്ചത് പഴയ നോർമൽ ഫേസിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പം നമുക്ക് എല്ലാ രീതിയിലും ആരോഗ്യം കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ അതിനോട് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക, കൂടുതൽ അസുഖങ്ങൾ വരിക ചെയ്യുക. സോ ക്യാൻസൽ. എപ്പോഴും ഹെൽത്ത് ബ്ലെസ്സിങ്സ് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. എന്നും രാവിലെ എണീക്കുമ്പോൾ നല്ല ആരോഗ്യമായിട്ടുള്ള മെൻ്റലി, നമ്മൾ ഈ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്തും കൂടി മാനസികമായിട്ടുള്ള ഹെൽത്തും നന്നായിട്ടുള്ളതിന് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നിങ്ങൾ ഹെൽത്താണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ നല്ല അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാം. എൻ്റെ ശരീരത്തിൻ്റെ ഈ ഒരു പോഷൻ നല്ല ഭംഗിയിൽ വരാൻ, അല്ലെങ്കിൽ നോർമലി ആവാനോ, എന്താണ് തടി കുറയാനാണോ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ച് നിങ്ങൾ ആ ഒരു ജേർണലിൽ എഴുതുക. അപ്പോൾ ഇന്ന് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് ഡേ ആണ്. ഓർത്തുകൊണ്ട് നിങ്ങൾ ചെയ്യാം. കൂടെ മാജിക് റോക്ക് വയ്ക്കുക. മാജിക് റോക്ക് എപ്പോഴും വെച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. എപ്പോഴും താങ്ക് യു പറയാം. നിങ്ങൾ വെറുതെ നടക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് മീൻസ് എന്താണ്, നടക്കുമ്പോഴും നിങ്ങൾ നന്ദി പറയുക. ഭൂമിയോടും എല്ലാത്തിനോടും നന്ദി പറയാം. താങ്ക് യു. അത് ഉള്ളിൽ നിന്ന് പറയണം കേട്ടോ, ഹാർട്ടിൽ നിന്ന് ടച്ച് ചെയ്ത് പറയണം. കൂടെ ഒപ്പനൊപ്പനോ പ്രെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഓക്കെ. സോ ഇന്ന് നമ്മൾ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നന്ദിയാണ്. ഇതുവരെ നിങ്ങൾക്ക് ഹെൽത്ത് നല്ല രീതിയിൽ പോയതിനും ഇനി അസുഖം വന്നെങ്കിൽ പോലും അതിനോട് നന്ദി പറയാൻ ഞാൻ എവിടെയോ ശ്രദ്ധിക്കാതെ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഓർഗൻസ് കൂടുതൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. ഷുഗർ ഉള്ളവരാണെങ്കിൽ പാൻക്രിയാസ്, വയറിൻ്റെ അവിടെ, ആ പാൻക്രിയാസിനോട് നന്ദി പറയാം. താങ്ക് യു. നിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് നീ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം വന്നത്. ഒരുപാട് നന്ദി. ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കാം. ഓക്കെ. അങ്ങനെ നല്ല വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം തടിക്കുകയൊന്നും ചെയ്യില്ല. ഇനി തടിക്കുമോ, ഞാൻ ഈ ഫുഡ് വെച്ച് തടിക്കുമോ, അങ്ങനെ അഫോർമേഷൻസ് കൊടുക്കുമ്പോൾ തന്നെ തടിക്കും. നിങ്ങൾ എന്ത് കഴിക്കുമ്പോൾ തൃപ്തിയോടെ ഞാൻ എന്ത് കഴിക്കുന്നുണ്ട് യൂണിവേഴ്സ്, നല്ല എനർജി മാത്രം എൻ്റെ ശരീരത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സോ ഇന്ന് ഹെൽത്താണ്, നല്ല രീതിയിൽ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനനുസരിച്ച് നിങ്ങൾക്ക് അബണ്ടൻസ് ഇങ്ങനെ ധാരാളമായിട്ട് വർദ്ധിച്ചു വരും. എനിക്ക് ഈ 3 days കൊണ്ട് അബണ്ടൻസിൻ്റെ ഫ്ലോ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ഓരോരുത്തർ ഹീൽ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു സന്തോഷപൂർവ്വമായിട്ടാണ് എനിക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ താങ്ക് യു. എല്ലാവരും പറഞ്ഞ പോലെ പ്രാക്ടീസസ് ചെയ്യുക. സോ Day 4 ആയി, ഇത്ര പെട്ടെന്ന് Day 4 ആയതല്ലേ. സോ താങ്ക് യു പറയുക. പ്രകൃതിയോടും താങ്ക് യു പറയുക. എല്ലാ ജീവജാലങ്ങളോടും താങ്ക് യു പറയുക. ഓക്കെ. സോ താങ്ക് യു.